ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഈവനിങ് സ്നാക്കിന് ഞാൻ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഓർത്ത ഓക്കെ റവ ഇരിപ്പുണ്ട്, എന്നാൽ ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി കേട്ടോ. പക്ഷെ ശരിക്കും പറഞ്ഞത് ഒരു ഈവനിങ് സ്നാക്കായിട്ടൊന്നും അല്ല കേട്ടോ. ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഡിന്നർ കണക്കാക്കിയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. കാരണം രാത്രിയിൽ നമ്മൾ കൂടുതലും അരിയാഹാരം ഒഴിവാക്കുന്ന എപ്പോഴും ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അപ്പം റവ, അതുപോലെ ഗോതമ്പ്, റാഗി, അങ്ങനെയുള്ള ഐറ്റംസ് വെച്ചുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ രാത്രി കഴിക്കുന്നത് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ കരുതുന്നവരും, അതുപോലെ തന്നെ ഡയറ്റ് കൺസിഡർ ചെയ്യുന്നവരും, നോർമലായിട്ട് വെയിറ്റ് മീൻസ് എന്തെങ്കിലും വെയിറ്റ് ഇഷ്യൂ ഉള്ളവരും, ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുള്ള ഫുഡുകൾ രാത്രിയിൽ പതിവാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് റാഗി ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ അരിയുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും കുറച്ച് ബീൻസും കൂടെ അഡീഷണലായിട്ട് ആഡ് ചെയ്യാമെന്ന് കരുതി. അപ്പം മോനും കുറച്ച് ഇഷ്ടപ്പെടും കഴിക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ നോർമലി പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, അങ്ങനെ നോർമലി ഇടുന്ന സാധനങ്ങൾ കൂടെ കുറച്ച് ബീൻസും അരിഞ്ഞ് ചേർത്ത് കുറച്ച് ക്യാരറ്റും എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം. എനിക്ക് അരിയാനായിട്ട് ഭയങ്കര മടിയാട്ടോ. അതിനിടയ്ക്ക് ചേട്ടായി ഇതിലെ നടപ്പുണ്ട്. അപ്പോൾ ചേട്ടായി അവിടെ എന്തോ കുക്ക് ചെയ്യുന്നൊരു പരിപാടിയിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്താ അവിടെ വീഡിയോ എടുക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണം, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോരെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് അരിയാനായിട്ട് ഭയങ്കര മടിയാണ്, എന്നിട്ടും ഉണ്ടാക്കണമല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ അരിയുവാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയ ശേഷം പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. കാരണം ക്യാരറ്റ് ചുമ്മാ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കടിക്കും. എനിക്ക് ഏതൊരു പച്ചക്കറിയാണ് ഇങ്ങനെ കടിക്കണം എനിക്ക് ഇഷ്ടമല്ലേ. അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടു. അപ്പോൾ ഇത് ഉപ്പുമാവ് വേകുന്ന കൂട്ടത്തിൽ കിടന്നങ്ങ് വെന്ത് അലിഞ്ഞ് ചേർന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാനും കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഒരു വലിയ സൈസ് ക്യാരറ്റ് ഫുൾ എടുത്തു കേട്ടോ. കാരണം അതാകുമ്പോൾ നമ്മുടെ ഉപ്പുമാവിന് ചെറിയൊരു കളർ ചേഞ്ചും ഉണ്ടാവും. അപ്പോൾ കുഞ്ഞിനാണെങ്കിലും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോഴാണ് ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറന്നു പോയത്, ഇഞ്ചി എടുത്തില്ല ഗൈസ്. അങ്ങനെ അവസാനം ഇഞ്ചി പോയി എടുത്ത് ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞ് ഇതുപോലെ തന്നെ ക്യൂബ്സ് ആയിട്ടൊക്കെ അരിഞ്ഞ് ചെറുതാക്കി സെറ്റാക്കി എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് അരിഞ്ഞ് എല്ലാം എടുത്ത് മാറ്റി വെച്ചെന്ന്. എനിക്ക് മിക്കപ്പോഴുള്ള എൻ്റെ ഒരു പ്രശ്നം കേട്ടോ, എന്ത് കറിക്ക് അരിയാൻ എടുത്താലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ മറന്നു പോകും. അതെൻ്റെ സ്ഥിരം പതിവാണ് ഗൈസ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ എനിക്ക് ഇഞ്ചി കുറച്ച് കൂടുതൽ വേണം ഉപ്പുമാവിന്. ഇഞ്ചിയുടെ ടേസ്റ്റ് ഉപ്പുമാവിനകത്ത് ഇങ്ങനെ എന്താ പറയുക, ഒരു ഇതായിട്ട് നിന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് ഉപ്പുമാവ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല, എനിക്ക് നോർമലി ഇഞ്ചി ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. എന്നാൽ ഈ ഉപ്പുമാവിനകത്ത് എനിക്ക് ഇഞ്ചിയുടെ സ്മെല്ല് വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഞ്ചിയും എല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തേക്കുള്ള ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചു, ഗ്യാസ് ഓണാക്കി, എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കേട്ടോ. ഒരുപാട് ഓയിലൊന്നും വേണ്ട, അത്യാവശ്യം പാകത്തിന് ഓയിൽ ഒഴിച്ചിട്ട് അത് ഒന്ന് ജസ്റ്റ് പാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് എല്ലായിടത്തും എണ്ണ പിടിക്കാനായിട്ട് വെച്ചു. അപ്പോൾ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം എടുത്തിട്ടാൽ മതിയല്ലോ. നമ്മുടെ കുക്കിംഗ് ഈസി ആയിരിക്കും. പക്ഷേ അരിയാൻ മടിയുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാം റെഡിമെയ്ഡായിട്ട് അരിഞ്ഞ് കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞാട്ടോ ഞാനിരിക്കണത്. പിന്നെ ചൂട്, അടുക്കളയിലെ പുക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണോ. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് ഉണ്ടാക്കിയാലേ പറ്റൂ. അങ്ങനെ എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, അതെല്ലാം ഒന്ന് പൊട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില ഇട്ടു. കറിവേപ്പില എൻ്റെ വീട്ടിൽ തീർന്നായിരുന്നു ഗൈസ്, കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉള്ളത് ഞാൻ എടുത്തങ്ങോട്ട് ഇട്ടു. അത് കഴിഞ്ഞ് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. അപ്പോൾ ഇഞ്ചിയൊക്കെ മൂത്തതിന് ശേഷം ചെറിയുള്ളി, നമ്മൾ സവാളയ്ക്ക് പകരം എപ്പോഴും ചെറിയുള്ളി ഇടുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ്. അങ്ങനെ ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഇട്ടു. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ അത് ഒരുപാട് ഡ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ബീൻസ്, അതൊരു 6-7 ബീൻസ് ഞാൻ അരിഞ്ഞായിരുന്നു. അത്രയും ബീൻസ് ഫുള്ളോടെ അങ്ങ് ഇട്ടു. അപ്പോൾ ബീൻസൊക്കെ വേകാനായിട്ട് അധികം താമസമൊന്നുമില്ല. കനം കുറച്ച് അരിയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ ബീൻസും അതിലേക്ക് തന്നെ ചേർത്തു. പിന്നെ ക്യാരറ്റും ചേർത്താറുണ്ട്, അത് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അങ്ങനെ ക്യാരറ്റും ചേർത്ത് ഒന്ന് മൂടി വെച്ച് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് മൂടി തുറന്നപ്പോൾ അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് വറ്റിയായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഉപ്പുമാവ് വേകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു. പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്തു. ഉപ്പിട്ട് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഉപ്പ് പാകത്തിന് വരില്ല കേട്ടോ, അത് എൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ്. അങ്ങനെ എല്ലാം ഉപ്പിട്ടെല്ലാം ചേർത്ത് നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റവ എടുത്തിട്ട് കുറച്ചായിട്ട് വേണം നമ്മുടെ റവ ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട്. കാരണം ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ റവയല്ല, ഈ ഉപ്പുമാവ് കട്ടിയായി പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് റവയായിട്ട് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ റവയെല്ലാം ചേർത്ത് ഇളക്കി. അപ്പോൾ എനിക്ക്
ആദ്യമൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഡൗട്ടായിരുന്നേ, എങ്ങനെ ഈ റവയൊക്കെ ഇതിനകത്ത് കിടന്ന് പറ്റുമെന്ന്. പിന്നെയല്ലേ മനസ്സിലായി നമ്മൾ എത്രത്തോളം വെള്ളം ചേർത്താലും ഈ റവ ഇടുമ്പോഴേക്ക് അതെല്ലാം ഇങ്ങനെ കുടിക്കും കേട്ടോ ആ വെള്ളം. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും കണക്കിനുള്ള ഒരു റവയൊക്കെ ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം വറ്റി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുറുകി ഒരു പാകത്തിനൊരു ഇതിലേക്ക് ടെക്സ്ചറിലേക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി എനിക്ക് ചേർക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാൽ കോക്കനട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. തേങ്ങ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ തേങ്ങ ചേർക്കും. എനിക്ക് ഈ പുട്ട്, ഉപ്പുമാവ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നന്നായിട്ട് തേങ്ങ വേണേ. ഇടിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പം ഞാൻ ഒരുപാട് തേങ്ങ ചേർത്ത് കേട്ടോ. പക്ഷേ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഉപ്പുമാവിനകത്ത് കിടന്ന് നമ്മളിങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പോഴേക്ക് ഈ ഇട്ട തേങ്ങയൊന്നും കാണാതെ പോകും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തേങ്ങ അതിനകത്ത് നിന്നൊക്കെ അടിക്കണ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എത്ര തേങ്ങ ചേർത്താലും അതിനകത്തൊന്നും കാണൂല കേട്ടോ. അങ്ങനെ തേങ്ങ എല്ലാം ചേർത്ത് നമ്മൾ ഉപ്പുമാവാണ്ട് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാചകം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈവനിങ് ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കണക്കാക്കിയിട്ടാണ് ഞാനൊന്ന് ഉപ്പുമാവ് പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഫൈനലി എൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും എളുപ്പത്തിൽ ഡിഷ് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉപ്പുമാവ്, അതുപോലെ പുട്ട്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ബൈ ബൈ.